ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ രണ്ട് ബെസ്റ്റ് ബ്രാൻഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ DJIയും അതുപോലെ തന്നെ GoPro ആണ്. നോർമലി അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ആക്ഷൻ ക്യാമറ നോക്കുന്ന ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡാണ് വാങ്ങിക്കുക. ഞാൻ തന്നെ ആദ്യം ഇതുപോലെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ GoPro മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. GoPro 9 10 ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല GoPro. ഞാൻ ആക്ച്വലി ഒരു കൊല്ലം പോലും ഉപയോഗിച്ചില്ല. സാധനം അപ്ലൈക്ക് ഞാൻ സെൽ ഔട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഭയങ്കര കംപ്ലൈൻറ്റ്സ്, വലിയ ക്വാളിറ്റി സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ആപ്പ് സപ്പോർട്ടും ഭയങ്കര വൻ ഷോകം, ഇടയ്ക്കൊക്കെ ഡിസ്കണക്ഷൻ. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു പകുതി ഫുള്ളായി കഴിഞ്ഞാലൊക്കെ സാധനം സ്റ്റക്ക് വരിക, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ GoPro ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി നമ്മുടെ DJIന്റെ Osmo Action 4 എന്ന് പറഞ്ഞ ഈ സാധനം ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറായിട്ടുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയിക്കും, ഇതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ ആയുള്ള Action 5 Pro എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ Action 4ന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ട് 27,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ നോർമൽ എഡിഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു 30,000 താഴെ ഒരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്. ഞാൻ GoPro തീരെ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ DJIയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ബട്ടർ സ്മൂത്ത്, ഇടിവെട്ട്, എന്താ പറയുക, ആപ്പ് സപ്പോർട്ട് ഒരു കുഴപ്പമുണ്ട്. iOS ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സപ്പോർട്ട് കിട്ടും. ആൻഡ്രോയിഡിന് പക്ഷെ അവർക്ക് പ്ലേ സ്റ്റോറിൽ ഇതിന് സപ്പോർട്ട് ഇല്ല കേട്ടോ. DJI Mimo എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിലാണ് ഇത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, Mimo ആപ്പ്. അപ്പോൾ ഇതാണ് അവരുടെ Mimo ആപ്പ്. കണ്ടു, Mimo ആപ്പ് സൂപ്പറാണ്. നമുക്ക് ഓൾമോസ്റ്റ് 3 മാസം 6 മാസത്തിനിടയിലൊക്കെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് തന്നെ നമുക്കൊരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് DJI മൈക്കിൻ്റെ പുതിയ എഡിഷൻ മിനി മോഡൽ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിന് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബട്ടർ സ്മൂത്ത് ആണ്. ഇതാണ് ക്യാമറ വരുന്നത്. ഞാൻ ആക്ച്വലി ഇതിന്മേൽ 2 സൈഡിലും ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഡുവൽ എന്താ പറയുക ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കുന്നതായിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം സൂപ്പറാണ്. നമുക്ക് മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് 128 GB മെമ്മറി കാർഡ്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 125 GB ഫുള്ളായാൽ പോലും നമുക്ക് ലാഗോ സംഭവമൊന്നും വരുന്നില്ല. GoPro പോലെ ഒന്നുമല്ല. GoProയിൽ ഒരു 64 GB മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 GB മുകളിൽ കയറി കഴിഞ്ഞാൽ തുടങ്ങും അതിൻ്റെ വലി. അപ്പോൾ വൺ ഷോക്കാണ് എനിക്ക് GoPro എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ലേറ്റസ്റ്റ് GoPro ഞാൻ പിന്നെ വാങ്ങിച്ചു നോക്കിയില്ല. പിന്നെ ഞാൻ ഏരിയയിലേക്ക് പോയിട്ടില്ല GoProൻ്റെ. അപ്പോൾ DJI ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ സാധനം. അതുപോലെ തന്നെ ഈ എന്താ പറയുക മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഭയങ്കര എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആണ് സാധനം. അപ്പോൾ ഞാൻ ഇത് ഓണാക്കി കാണിച്ചത്. അപ്പോൾ ആയിക്കോട്ടെ എല്ലാം ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട്. എന്ത് പെട്ടെന്ന് സാധനം ഓണാവണം നോക്കി. അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്താണ്. നമുക്ക് ഇതിന് ഇതൊക്കെ ഉണ്ട് കണ്ടോ, ഇതൊക്കെ ഭയങ്കര സ്മൂത്ത്. അപ്പോൾ തന്നെ ഞാൻ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴും എനിക്ക് DJIൻ്റെ ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെൻസ് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസും GoProനായിട്ടും കൂടുതൽ കിട്ടുന്നുണ്ട്. അത് DJI 5 Pro ആയിക്കോട്ടെ, നമ്മുടെ GoPro 13 ആയിക്കോട്ടെ, DJI 5 Pro തന്നെ പെർഫോമൻസ് ലോ ലൈറ്റിലൊക്കെ കൂടുതൽ വരുന്നത്. ഞാൻ നോർമലി 1080p ഒക്കെ എടുക്കാറുള്ളൂ കേട്ടോ. 4K അങ്ങനെ ഞാൻ എടുക്കാറില്ല, 1080p എടുക്കാറുള്ളൂ. പിന്നെ നമുക്കിത് എന്താ പറയുക 2 സൈഡിലും നമുക്ക് ടച്ച് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ മറ്റേ GoProയിൽ അങ്ങനെയല്ല, നമുക്ക് ഒരു സൈഡ് മാത്രമേ ടച്ച് സ്ക്രീൻ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ട്, ഞാൻ ഫ്രണ്ടിൽ ഇപ്പോൾ തൊട്ടാക്കിയതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വേറെ വാങ്ങിച്ചിടാൻ വേണമെങ്കിൽ ഉണ്ടോ. ഇത് നമുക്ക് വരാൻ പറ്റുന്ന മോഡലാണ്. അതിൻ്റെ ഒരു ക്യാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്താ പറയുക മാഗ്നറ്റിക് സാധനം. പിന്നെ ഞാൻ ഇതിലിട്ടേക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു മെമ്മറി കാർഡാണ്. സാംസങ്ങിൻ്റെ മെമ്മറി കാർഡ്. നമുക്ക് ഇവിടെയാണ് മെമ്മറി കാർഡ് സപ്പോർട്ട് വരുന്നത്. ഇത് തുറക്കണം ഫുള്ള്. ബാറ്ററി അതുപോലെ തന്നെ ഞാൻ അത് കോംബോ കിറ്റ് നല്ല വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാറ്ററി ഉള്ളൂ. പക്ഷേ ഈ ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 2 to 3 അവർ നമുക്ക് സുഖമായിട്ട് ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ Type-C ചാർജിങ് വെച്ച് ചാർജ് ചെയ്യാം. അതിൻ്റെ ചാർജിങ് നമുക്കിവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ Type-C പോർട്ട് കാണാം. ഉണ്ടോ, Type-C പോർട്ട് നമുക്ക് ഓൾറെഡി കേബിളൊക്കെ അതിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ ബട്ടണൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, എനിക്കിതിൻ്റെ ഈ UI സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. GoPro 10 9 വന്നിട്ട് ഈ സാധനത്തിൻ്റെ UI ഉപയോഗിക്കുമ്പോൾ എന്ത് സ്മൂത്താന്ന് പറയും. പണ്ടത്തെ ഡിസ്പ്ലേ ഇല്ലേ, പണ്ടത്തെ ഡിസ്പ്ലേ എന്താ പറയുക ടെക്നോളജി ഇല്ലേ, തൊട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് റെസ്പോൺസ് വരുന്നത് അതുപോലെയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ടെക്നോളജി പോലെയൊന്നുമല്ല നമ്മുടെ GoProൻ്റെ ഇപ്പോൾ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് 9 10 ആ റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് ഇത് വന്നു, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ആ 3ൻ്റെ ഒക്കെ സമയം 3 കഴിഞ്ഞിട്ട് 4 ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ സാധനം കണ്ണും പൂട്ടി വാങ്ങിക്കാട്ടോ, ഒരു പ്രോബ്ലം ഇല്ല സാധനം കൊണ്ട്. 26,000 രൂപയാണ്, 26,799 അങ്ങനെ റേഞ്ചാണ് നമുക്ക് ഇപ്പോൾ ആമസോണിൽ വരുന്നത്. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങളൊരു
ഒരു 30,000 താഴെ നിങ്ങളൊരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതിട്ടാ. നല്ല പെർഫോമൻസ്, ക്വാളിറ്റി എല്ലാം കിടിലാണ്. ഞാൻ ഇതിൻ്റെ ഒരു കൊണ്ടൊരു വീഡിയോ എടുത്ത് ഞാൻ മൈസൂർ ഒരു ട്രിപ്പ് പോയതിൻ്റെ ട്രിപ്പല്ല ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. ശരിക്കും നമ്മുടെ നല്ല ഇടിവെട്ട് ക്യാമറയിലോ അല്ലെങ്കിൽ ഐഫോണിലൊക്കെ എടുത്ത പോലത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ എൻഡ് സാംസങ് ഫോണിലൊക്കെ എടുത്ത ക്വാളിറ്റി നമുക്ക് സാധനം കൊണ്ട് തരുന്നത്. പ്രത്യേകിച്ച് പിന്നെ ലൈറ്റുള്ള സൺലൈറ്റുള്ള ഏരിയ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ലോ ലൈറ്റ് ആയാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ സാധനം തന്നെ എടുത്താൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ഈ സാധനമാണ്. എന്താ വെച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ DJIന്റെ ക്യാമറാസ് മാത്രം ആക്ഷൻ ക്യാമറ എടുക്കുള്ളൂ. ഗോപ്രോന്റെ ഏരിയയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അത് കൊടുത്തതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വേറെ കാര്യം. എന്നുവെച്ചാൽ അത്രയ്ക്കും വെറുത്തു സാധനം. അത്രയും രൂപ കൊടുത്തിട്ട് 50,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ച സാധനം. അത് ഞാൻ എന്നിട്ട് സെൽ ഔട്ട് ചെയ്ത് 25,000 രൂപയ്ക്കാണ്. അത് യൂസ് ചെയ്യാൻ പറ്റേണ്ട സാധനം യൂസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 7 മാസം 8 മാസമായപ്പോഴേക്കും ഞാൻ സെൽ ഔട്ട് ചെയ്തു. അത്രയ്ക്കും വെറുത്തു സാധനം എനിക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ ഗോപ്രോന്റെ ന്യൂസും നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. അത്രയ്ക്കും കൂറ സാധ്യത ഇങ്ങനെയാണ് അങ്ങനെ ഫേമസ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഹൈപ്പിട്ട് കമ്പനി തന്നെ ഹൈപ്പിട്ട് മാർക്കറ്റ് ചെയ്തിട്ടൊക്കെയാണ് അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറേ നമുക്ക് ഇതുപോലെ കണക്ഷൻ കിറ്റ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം മാഗ്നറ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് DJIന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് മാഗ്നറ്റിക് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, മുമ്പ് തരാനുള്ളതാണ്. പിന്നെ മറ്റേ ഇവരുടെ കോംബോ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 2 ബാറ്ററിയും കിട്ടും, ചാർജിങ് കേസും കിട്ടും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ട്രൈപോഡ് പോലത്തെ നമുക്ക് ഹാൻഡ് ട്രൈപോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതും കിട്ടും. DJIന്റെ തന്നെ. അത് സെപ്പറേറ്റ് വാങ്ങിക്കണമെങ്കിൽ 10,000-2,000 രൂപ വരും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പ്രൈസ് ഡിഫറൻസ് വലിയ കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് കോംബോ കിറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് നല്ല യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബാറ്ററി വരുന്നത് ലാഭിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അത് നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാൻ പറ്റും. ഗോപ്രോന്റെ പോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് ചാർജ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ ആവശ്യമില്ല. അതിൽ തന്നെ കോംബോ കിറ്റിലുണ്ട് നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാനുള്ള സാധനം. അപ്പോൾ എന്തായാലും ആരെങ്കിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം.